ഗൈസ്, അങ്ങനെ മാർക്കോയ്ക്ക് ശേഷമുള്ള ഉണ്ണിമൂന്നിൻ്റെ പുതിയ പടമായിട്ടുള്ള ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഡയറക്റ്റഡ് ബൈ നമുക്ക് അറിയാവുന്ന ഒരാളാണ്, വിനയ് ഗോവിന്ദ്. പേഴ്സണലി അല്ല, പുള്ളിൻ്റെ മറ്റേ കിളിബോയി പിന്നെ കോഹിനൂർ എന്ന് പറഞ്ഞ രണ്ട് ആസിഫ് അലി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത മച്ചാനാണ്. കിളിബോയി ഭയങ്കര ഒരു വൈബ്, ആ ഒരു റേഞ്ച് പടം എന്ന് വെച്ചാൽ തന്ത വൈബ്സിനൊക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. പിള്ളേർ സെറ്റ് യൂത്തന്മാർ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സിനിമ. കോഹിനൂർ ആണെങ്കിലും ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പണ്ടൊക്കെ കൊണ്ട് ഭയങ്കര ആ ഒരു അവരുടെ ആ ഒരു എന്താ ലൂയിന്നാണോ അങ്ങനെ എന്തോ ആയിരുന്നു പുള്ളിയുടെ ആസിഫ് അലിയുടെ ആ പടത്തിൻ്റെ പേര്. ഈ കിളിബോയിൻ്റെ കേസോടാണ് എൻ്റെ പണ്ട് 3-in-1 ഡിസ്ക് ഉണ്ടായിരുന്നു, 3 പടമുള്ള അസുരവിത്ത്, കിളിബോയി, ബൈസൈക്കിൾ തീവ്സ്, ഇതിൽ 3 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ CD-യിലാണ് പണ്ട് ഈ സിനിമയൊക്കെ കാണുന്നത്. അപ്പോൾ അസുരവിത്ത് ഷോ പടമായിരുന്നു. ബാക്കി ബൈസൈക്കിൾ തീവ്സ് ആണെങ്കിൽ ഭയങ്കര ഫീൽ കിട്ടും. ഇത് വേറൊരു കൈൻഡ് ഓഫ് വൈബ് പടം, അങ്ങനത്തെ ഒരു സെറ്റ് പടം. കോഹിനൂർ ആണെങ്കിലും അതിലെ ഇന്ദ്രജിത്തും പൊളിയാണ്, അതിലെ മറ്റേ പാട്ടൊക്കെ ഉണ്ട്. അത് അയ്യോ ഭയങ്കര രസമുള്ള സിനിമയായിരുന്നു അത്. അപ്പോൾ ആ മച്ചാനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. റിട്ടൺ ബൈ YV രാജേഷ്. ആരാന്ന് അറിഞ്ഞുകൂടാ. സാംസിയസ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അലക്സ് ജെ പുള്ളിക്കലിന്റെ സിനിമാറ്റോഗ്രാഫിയാണ് പടത്തിൽ വന്നിരിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്നവർ ഉണ്ണിമൂന്തൻ, നിഖില വിമല്, ചെമ്പം വിനോദ്, മീര വാസുദേവൻ നമ്മുടെ തന്മാത്ര പുള്ളിക്കാരി, പിന്നെ അഭിരാം രാധാകൃഷ്ണൻ, ഫറാഷിബ്ല എനിക്ക് തോന്നുന്നു മറ്റേ കക്ഷി അമ്മിണിപ്പിള്ളയിലൊക്കെ ഉള്ള പുള്ളിക്കാരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. സുധീഷേട്ടൻ സിനിമയിലുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ഗൗതമിൻ്റെ രഥത്തിലുള്ള ആ പുള്ളിക്കാരി ഭയങ്കര ക്യൂട്ടാണ്, പറയാതിരിക്കാൻ വയ്യ. മുത്തുമണിയുണ്ട്, സുരഭി ലക്ഷ്മി ഉണ്ട്, ജോണി ആൻ്റണി ഉണ്ട്. അങ്ങനെ എണ്ണം പറയാൻ പറ്റുന്ന കുറേ നല്ല നല്ല കാസ്റ്റ് ഉള്ളൊരു സിനിമയായിരുന്നു ഇത്. ബട്ട് എനിക്ക് കഥാപരമായിട്ട് നോക്കുവാണെങ്കിൽ ഒരു 10-12 കൊല്ലം മുമ്പൊക്കെ ഇറങ്ങേണ്ടിയിരുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് ഈ പർട്ടിക്കുലർ മൂവി തോന്നിയത്. ഉണ്ണിമൂന്നിൻ്റെ കഥാപാത്രം എന്ന് പറയുമ്പോൾ പുള്ളി ഒരു ഗൈനോക്കോളജിസ്റ്റാണ്. പൊതുവേ നമുക്കെല്ലാവർക്കും അറിയാം, സ്ത്രീകളാണ് ഗൈനോക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതായിട്ടുള്ളത് കൂടുതൽ. ഇപ്പോഴൊക്കെ അല്ല, ഞാൻ പറഞ്ഞില്ലേ 10 കൊല്ലം മുമ്പൊക്കെ ഒരു പുരുഷൻ ഗൈനോക്കോളജിയിലേക്ക് വരുമ്പോഴത്തേക്ക് പുരുഷനാണ് യവനെന്തരടെ ഇങ്ങനെ. പിന്നെയാണ് ഇപ്പോൾ ഭയങ്കര നോർമലൈസ്ഡ് ആയിട്ട് അവരുടെ ഫീലിങ്സും അവരുടെ പ്രഷർ അവരുടെ ടെൻഷനൊക്കെ ആണുങ്ങൾക്ക് കൂടി മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാം, അവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ആ കാലത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ബോധിച്ചേനെ. എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് എന്തോ ചുമ്മാ കുറച്ചു നേരം എന്തൊക്കെയോ കണ്ടോണ്ടിരിക്കാം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ തുടക്കത്തിൽ പുള്ളീൻ്റെ മറ്റേ മെഡിസിന് പഠിക്കുന്ന സംഭവങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള പുള്ളി കരിയറിലോട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു റൊമാൻറ്റിക് ട്രാക്ക് വരുന്നു നിഖില വിമലായിട്ട്. ഇതൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ പുള്ളീനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട് പടത്തിൽ. അതും നല്ലൊരു മൊമെന്റ് ആയിരുന്നു കേട്ടോ. ആ പുള്ളി ചെമ്പൻ വിനോദമൊക്കെ ഉള്ളൊരു സീനാണ്. അതൊക്കെ നല്ല സീനൊക്കെ തന്നെയായിരുന്നു, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു മാരക ഗ്രോത്ത് വരുന്നുണ്ട് കരിയറിൽ. എന്ന് വെച്ചാൽ അത്യാവശ്യം കാശുകാരനാവുന്നു, പുതിയൊരു എന്റർപ്രൈസ് തുടങ്ങുന്നു. ബാക്കി കൂടെ ഉള്ളവരും പുച്ഛിച്ചവരും എല്ലാവരും അവൻ്റെ അടിയിലേക്ക് വന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പിലെത്തിയിട്ട് പിന്നെ അങ്ങോട്ട് പടം കയ്യിൽ നിന്ന് പോയി എന്ന് പറയണതാണ് ശരി. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. അത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടിയത് പോലും എനിക്ക് മനസ്സിലായില്ല. സുരഭി ലക്ഷ്മി പുള്ളിക്കാരിയുടെ കഥാപാത്രം നല്ലൊരു കഥാപാത്രമാണ്. സുധീഷ് ചേട്ടനാണേലും അവരുടെ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കോമ്പോ അത് നല്ല രീതിയിലൊക്കെ പോയിട്ടുണ്ട്. ബട്ട് സ്റ്റില്ല് എന്തൊക്കെയൊക്കെയോ മിസ്സിങ് ഉള്ള പോലെ. എനിക്കാണെങ്കിൽ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വന്ന് തുടങ്ങി. നിഖില വിമൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഉണ്ണിമൂന്നിൻ്റെ കഥാപാത്രം ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോന്നടേ മതിയടേ നിർത്തി പോടേ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. ഐ എം റിയലി സോറി. മാർക്ക് കൊണ്ട് അത്രത്തോളം ഇങ്ങനെ ഇരുന്ന ഒരാൾക്ക് പുള്ളീൻ്റെ അടുത്ത പടം ഒരു നോർമൽ പടം കണ്ടിട്ട് എനിക്ക് ഒട്ടും വർക്കായില്ല എന്ന് പറയണതായിരിക്കും ശരി. അപ്പോൾ നിങ്ങളെന്തായാലും സിനിമ പോയി കണ്ടു ഗൈസ്. ഫാമിലിക്കൊക്കെ വർക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അൻപോട് കൺമണി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, അർജുന അശോകൻ്റെ. അതിലും ഈ ഒരു പ്രഗ്നൻസി റിലേറ്റഡ്
പ്രഗ്നൻസി ആവുന്നില്ല, അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയ ഒരു സിനിമയാണ്. ഇതിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി എന്താ പറയുക, റിയലിസ്റ്റിക്കും കുറച്ചും കൂടി എൻ്റർടൈനറും ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരുമാതിരി ഒരു സ്ലീപ്പിംഗ് ബില്ലടിച്ചിട്ട് ഇരുന്ന പോലെ, സ്ലീപ്പിംഗ് ബില്ലടിച്ചിട്ട് കണ്ണടയ്ക്കാനും വയ്യ, കണ്ണടച്ചാൽ ഉറക്കവും വരുന്നില്ല. ആ ഒരു രീതിയിൽ നമുക്ക് ഓവർഡോസ് വേണ്ടി വരുമല്ലോ. ആ ഒരു സെറ്റപ്പാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ പോയി കണ്ടോക്കട്ടെ, അല്ലാതെ എനിക്കൊന്നും പറയില്ല. ബൈ ബൈ.